സംസ്ഥാനത്ത് എലിപ്പനി ബാധയിലും മരണത്തിലും വൻ വർധനവ്. എലിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഉണ്ടായത് ഗുരുതര വീഴ്ചയെന്ന കണക്കുകൾ. സമീപകാലത്തെ ഏറ്റവും ഉയർന്ന എലിപ്പനി മരണക്കണക്കാണ് ഈ വർഷം റിപ്പോർട്ട് ചെയ്തത്. ഈ വർഷം ഇതുവരെ എലിപ്പനി ബാധിച്ച് മരിച്ചത് 121 പേരാണ്. സംസ്ഥാനത്ത് ജൂണിൽ 18 പേരാണ് എലിപ്പനി ബാധിച്ച് മരിച്ചത്. ജൂലൈയിൽ 27 പേരും ഓഗസ്റ്റ് 21 വരെ 23 പേരും മരണപ്പെട്ടു. എക്കാലത്തെയും ഉയർന്ന എലിപ്പനി കണക്കാണ് ഈ വർഷം റിപ്പോർട്ട് ചെയ്തത്. 1916 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. എലിപ്പനി സംശയങ്ങളോടെ 1565 പേരാണ് ചികിത്സ തേടിയത്. 120 മരണം സ്ഥിരീകരിച്ചപ്പോൾ 102 മരണം സംശയ പട്ടികയിലാണ്. കഴിഞ്ഞ വർഷം സംസ്ഥാനത്താകെ 831 പേർക്കായിരുന്നു എലിപ്പനി സ്ഥിരീകരിച്ചത്. 39 മരണം സ്ഥിരീകരിച്ചു. 2022-ൽ 2482 പേർക്കായിരുന്നു രോഗബാധ. 121 മരണം. സംശയ പട്ടികയിലെ മരണങ്ങൾ കൂടി ചേർത്താൽ 2021 മുതൽ 822 പേരാണ് എലിപ്പനി ബാധിച്ച് സംസ്ഥാനത്ത് മരിച്ചത്. പ്രളയമുണ്ടായ 2018-ൽ പോലും സർക്കാരിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് 32 പേർ മാത്രമാണ് എലിപ്പനി ബാധിച്ച് മരിച്ചത്. രോഗക്കണക്ക് ഉയരുന്നതിന്റെ കാരണം താഴെത്തട്ടിലെ പ്രതിരോധ പ്രവർത്തനങ്ങളിലും നിരീക്ഷണത്തിലുമുള്ള പോരായ്മയാണെന്നാണ് ഉയരുന്ന വിമർശനം. ഇത്തവണ സംസ്ഥാനത്ത് മഴക്കാലപൂർവ്വ ശുചീകരണം കാര്യമായി ഉണ്ടായിരുന്നില്ല. ഇതിനു പുറമെ പ്രതിരോധ മരുന്നായ ഡോക്സിസൈക്ലിൻ കഴിക്കാനുള്ള നിർദ്ദേശം ഫലപ്രദമായ ആളുകളിലേക്ക് എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നത്. ജനം, തിരുവനന്തപുരം.